അങ്ങനെ രാവിലത്തെ മസാല ദോശ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ്ങിലേക്ക് കടന്നു. എന്നിട്ട് വേണം ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ന്യൂ ഇയറിൻ്റെ തലേദിവസമാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും രാത്രിത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ക്ലീനിങ്. അപ്പോൾ ബാക്കി വന്ന സാമ്പാറും ഉരുളക്കിഴങ്ങിൻ്റെ മസാലയും തേങ്ങാ ചട്നിയും അതെല്ലാം കണ്ടെയ്നറുകളിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസമൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനൊക്കെ ആയിട്ട് എടുക്കാമല്ലോ. അങ്ങനെ അതെടുത്ത് വെച്ചിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴുകി ഗ്യാസ് സ്റ്റോപ്പും ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. ഇനിയും കുക്ക് ചെയ്യാനുള്ളതാണ്. എന്നാൽ പോലും അപ്പോൾ കുക്കിംഗ് കഴിയുമ്പോൾ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിരിക്കില്ല ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതൊക്കെ ഉണങ്ങി പിടിച്ച് ഡ്രൈ ആയിട്ടിരിക്കും, ഓയിലും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഉണ്ടാക്കി അപ്പോൾ ക്ലീൻ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഇറച്ചിയും ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ്. അപ്പോൾ വന്നപ്പോൾ കുറേ ചോക്ലേറ്റും ക്രീമൊക്കെ കൊണ്ടുവന്നു. അത് നമുക്ക് ക്രീം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്ത് വെക്കാം, എന്നിട്ട് പിന്നെ പോർക്ക് ഇറച്ചിയുടെ കാര്യങ്ങൾ നോക്കാമെന്ന്. പക്ഷേ കേക്ക് ഉണ്ടാക്കി ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വെന്ത് വന്നപ്പോൾ ഒരു വോൾക്കാനെ പോലെയായി. അത് അവസാനം കണ്ടാൽ മനസ്സിലാവും. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. കട്ട് ചെയ്തൊക്കെ എടുത്ത് ക്രീമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ മാറ്റി വെച്ചു. പിന്നെ കേക്ക് മോൾഡിൽ ബട്ടറൊക്കെ പുരട്ടി അത് സെറ്റാക്കി വെച്ചു. പിന്നെ വെറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഓവനിൽ വെക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റുകളൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ യൂട്യൂബ് നോക്കിയിട്ടും ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കുക. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവാറില്ല. അങ്ങനെയൊക്കെയാണ്. ഇന്ന് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവനിൽ വെച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു പോയായിരുന്നു വെക്കണ സമയത്ത്. അതുകൊണ്ട് ഒരു സൈഡ് മാത്രം ഇങ്ങനെ എന്താ പറയുക വോൾക്കാനോ പോലെ വന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടായിരുന്നു. അരിച്ചിട്ടതാണ്, മിക്സ് ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കും എന്തോ. അതിൻ്റെ റിസൾട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അല്ല, ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. ഇതേ കണ്ടില്ലേ, ഒരു തല പോലെ എന്തോ എക്സ്ട്രാ ഒരു മുഴപ്പ് വന്നു. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും ഫ്രണ്ട് ലെയർ ഞാൻ കട്ട് ചെയ്ത് കളയും. കാരണം ഓവനിലെ വോൾട്ടേജ് സെറ്റിങ് ശരിയല്ലാത്തതുകൊണ്ട് ഇത്തിരി ഡ്രൈ ആയിരുന്നു. പക്ഷെ കുക്കായിട്ടുണ്ട് കേട്ടോ.